നമ്മുടെ കയ്യിൽ ഒരല്പം എണ്ണയോ നെയ്യോ അല്ലെങ്കിൽ വെള്ളമോ തൊട്ട് കൊടുത്ത ശേഷം വേണം കേട്ടോ നമ്മൾ ഈ മാവ് എടുത്തിട്ട് ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കിയിട്ട് ഈ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് രണ്ട് സൈഡും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ നെയ്യാണ് തൊട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് ഇതേപോലെ വറുത്തെടുക്കാം. ഫ്ലെയിം ഇപ്പോൾ സിമ്മിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്നാക്കിന് നേന്ത്രം പഴം തന്നെ വേണമെന്നില്ല. നമ്മൾ വീട്ടിൽ ഉള്ള ഏത് പഴമായാലും എടുത്തും കുഴപ്പമില്ല. ചെറുപഴമോ പച്ച നാടൻ പഴമോ റോബസ്റ്റ പഴമോ ഏതായാലും കുഴപ്പമില്ല. റോബസ്റ്റ പഴവും ചെറുപഴം ആണെങ്കിൽ നമ്മൾ ഈ നേന്ത്രപ്പഴം ആവിയിലിട്ട് എടുത്ത പോലെ സ്റ്റീം ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ചെറുപഴമോ റോബസ്റ്റ പഴമോ ആണെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൈകൊണ്ട് ഉടച്ച ശേഷം അതിലേക്ക് മാവുകളെല്ലാം ഇട്ട് കൊടുത്ത് ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കരപ്പൊടിയും ഏലക്കപ്പൊടിയും റവയും എല്ലാം ഇട്ട് കൊടുത്ത് ഇതേപോലെ വടയുടെ ഷേപ്പിലാക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മധുരവട അവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മാവ് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ചുക്ക് പൊടിയോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയോ അങ്ങനെ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഈ മാവ് കുഴയ്ക്കുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മധുരവട എല്ലാം ഇതാ അവിടെ റെഡിയായി വരുന്നുണ്ട്. നേന്ത്രപ്പഴവും തേങ്ങയും ഗോതമ്പ് പൊടിയും ശർക്കരപ്പൊടിയും റവയും ഏലക്കപ്പൊടിയും കൂടെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള മധുരവടയാണിത്. നേന്ത്രപ്പഴം കഴിക്കാത്ത കുഞ്ഞുമക്കൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്ത് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പഴം കൊണ്ടുള്ള മധുരവട ഇതവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസായി അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരെയും വീണ്ടും കാണാം. അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.